BPL റേഷൻ കാർഡുള്ളവർക്ക് വീണ്ടും സന്തോഷ വാർത്ത. സർക്കാരിന്റെ പുതിയ പദ്ധതിയായ വയോമധുരം, അതായത് ഗ്ലൂക്കോമീറ്റർ വാങ്ങുന്നതിന് സർക്കാരിന്റെ ധനസഹായം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സർക്കാരിന്റെ വയോമധുരം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വയോമധുരം. അപ്പോൾ എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് എന്തെല്ലാം രേഖകൾ ആവശ്യമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റേഷൻ കാർഡ് BPL ആയിരിക്കണം. BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത് വേണ്ടത്, ആ വ്യക്തിയുടെ ഒരു കോപ്പി ഫോട്ടോ വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പിന്നെ വേണ്ടത്, വില്ലേജിൽ നിന്നും ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടാക്കണം. അത് നമുക്ക് സെൻറ്റർ വഴി അപേക്ഷിക്കാവുന്നതാണ്. അതിന് റേഷൻ കാർഡ്, ആധാർ, സ്ഥലത്തിനെ നിരീക്ഷിച്ചിട്ടും വെച്ച് നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാം. പിന്നെ വേണ്ടത് ആധാർ കാർഡ് വേണം. മറ്റ് വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആധാർ കാർഡ് സർക്കാരിൽ നിന്നും എന്തൊരു ആനുകൂല്യം നമുക്ക് ലഭിക്കണമെങ്കിലും ആധാർ കാർഡ് നിർബന്ധമാണ്, നമുക്കറിയാലോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആധാർ മൊബൈൽ നമ്പറും ലിങ്ക് അല്ലേ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതന്നേ ഉള്ളൂ, സൂചിപ്പിച്ചെന്നാണ്. ഓക്കെ. പിന്നെ വേണ്ടത്, നിങ്ങൾ ഇത്ര വർഷമായിട്ട് പ്രമേഹ രോഗിയാണ്, നിങ്ങൾ ഷുഗർ പേഷ്യൻ്റ് ആണ് എന്ന് തെളിയിക്കുന്നതിന് ഡോക്ടറെ അടുത്തിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങണം. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട്, ഒരു ഗവൺമെൻറ് ഡോക്ടറെ അടുത്ത് പോയിട്ട്, ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ പ്രമേഹ രോഗിയാണ് എന്ന് തെളിയിക്കുന്നതിന്, ഈ വ്യക്തി, അപേക്ഷിക്കുന്ന വ്യക്തി പ്രമേഹ രോഗിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഡോക്ടറെ കയ്യിൽ നിന്നും വാങ്ങാം. ഓക്കെ, അതിൽ അപ്ലോഡ് ചെയ്യാണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 60 വയസ്സായിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റിന് അത് പറ്റും. അതുപോലെ തന്നെ പാസ്പോർട്ടിന് അത് ഉപയോഗിക്കാം. ഇതൊന്നും ഇല്ലെങ്കിലോ ഒരു ഏജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് ഒരു അപേക്ഷാ ഫോം ഉണ്ട് സെൻറ്ററുകളിലൊക്കെ. അത് വാങ്ങി ഫില്ലപ്പ് ചെയ്തിട്ട് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡോക്ടറെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫീസറെ അടുത്തോ പോയിട്ട് നമുക്ക് ഇത്ര ഏജ് ആയിട്ടുണ്ട്, 60 വയസ്സായിക്കൊള്ളും തെളിയിക്കാൻ രേഖ ഉണ്ടാക്കുക. അത് തന്നെ രേഖ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനപേക്ഷിക്കാം. അപ്പോൾ അതും പ്രശ്നമില്ല. അത് ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞത് BPL റേഷൻ കാർഡ് ആയിരിക്കണം, റേഷൻ കാർഡ് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു കോപ്പി ഫോട്ടോ വേണം, ബാങ്ക് പാസ്ബുക്ക് വേണം, ആധാർ കാർഡ് വേണം, സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ വയസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖ വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഇത്ര വർഷമായിട്ട് പ്രമേഹ രോഗിയാണ്, ഷുഗർ പേഷ്യൻ്റ് ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ ഡോക്ടറെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടും അത് നമ്മുടെ കയ്യിൽ വെക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബാങ്ക് പാസ്ബുക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് കട്ടായിട്ടില്ല, ആക്റ്റീവായി നിൽക്കുന്ന അക്കൗണ്ടിലേക്ക് പൈസ കയറും എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള അക്കൗണ്ട് മാത്രം കൊടുക്കുക. ചില ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടാവും. ഞാനിത് പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ ഇതിന് മുമ്പ് നമുക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, സ്ത്രീ സുരക്ഷാ പദ്ധതി. 35 വയസ്സിൻ്റെയും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക്, BPL റേഷൻ കാർഡിലെ സ്ത്രീകൾക്കുള്ള ആനുകൂല്യമാണത്. അപ്പോൾ അതിന് അനേകം ആളുകൾ അപേക്ഷ കൊടുത്തു. അപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത്, എൻ്റെ ഒപ്പം കൊടുത്ത മറ്റുള്ളവർക്കൊക്കെ പൈസ കിട്ടി, അക്കൗണ്ടിൽ വന്നു, എനിക്ക് വന്നില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, അവരൊക്കെ അക്കൗണ്ട് കട്ടായി കിടക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ക്യാഷ് ഒരിക്കലും ക്രെഡിറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എന്ത് പദ്ധതിയിലേക്ക് നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ ആ അക്കൗണ്ടിന് ജീവല്ലേ, അത് വർക്ക് ചെയ്യണില്ലേ, അത് ആക്റ്റീവ് അല്ലേ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ബാങ്ക് പോയിട്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരില്ല എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ആ അക്കൗണ്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും സർക്കാരിൽ നിന്നും ലഭിക്കണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, പദ്ധതിയിലേക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്. പിന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏത് സാമൂഹ്യ നീതി വകുപ്പിൽ നിന്ന് എവിടെ നിന്നാണ് നമുക്ക് ഈ ക്യാഷ് കിട്ടുന്നതെങ്കിൽ അവരിത് നമ്മളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മളെ അക്കൗണ്ടിൽ പൈസ കയറുന്നില്ലെങ്കിൽ, നമുക്ക് കിട്ടില്ല, പിന്നെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ അക്കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരെ അക്കൗണ്ടൊന്നും എപ്പോഴും ഉപയോഗിച്ചോളണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, അക്കൗണ്ടൊക്കെ റെഡി അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ, നമ്മളെ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് അല്ലേ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാൻ പ്രത്യേകം ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാനുള്ള കാര്യം അനുഭവത്തിലൂടെ പറയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ ചില ആവശ്യങ്ങൾക്ക് ഓടി വരുന്ന സമയത്ത് ചിലപ്പോൾ ആ സേവനത്തിൻ്റെ അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ലാസ്റ്റ് ദിവസമൊക്കെ ആയിരിക്കും. അന്നേരം ഓടി വന്നിട്ട് ഇതിന് അപേക്ഷിക്കുന്ന സമയത്ത് അവരെ ആധാർ മൊബൈൽ നമ്പറും ചിലപ്പോൾ പക്ഷേ ലിങ്ക് ആയിരിക്കും. അവർ പറയും ആ ലിങ്ക് തന്നെയാണെന്ന് പറയും. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന് OTP പോകുന്നുണ്ട്, സെൻഡ് ആവുന്നുണ്ട്. പക്ഷെ അവരെ ഫോണിലേക്ക് OTP വരില്ല. അപ്പോൾ എന്താ കാരണം, അവരെ ഏതോ പഴയ നമ്പറാണ് ഈ ആധാറിൽ കിടക്കുന്നത്. അത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഓടി വരുമ്പോഴാണ് ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ആധാറിലെ മൊബൈൽ നമ്പർ
മാറ്റി കൊടുക്കണം, അത് ലിങ്ക് ചെയ്യണം. ചിലപ്പോൾ ആ വ്യക്തി വന്നിട്ടുണ്ടാവില്ല, ആ വ്യക്തിനെ പോയി കൊണ്ടുവരണം. കാരണം ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ വ്യക്തി നിർബന്ധമാണ്, ആ വ്യക്തിയുടെ ബയോമെട്രിക് വേണം, അഥവാ കണ്ണിൻ്റെ അടയാളോ അല്ലെങ്കിൽ ഫിംഗറിൻ്റെ അടയാളോ വേണം. എങ്കിൽ മാത്രമേ ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനും മാറ്റാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ സാന്ദർഭികമായിട്ട് നമ്മളെ വിഷയം അല്ലെങ്കിൽ ഇത് കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതന്നേ ഉള്ളൂ. കാരണം സർക്കാരിൽ നിന്നും നമുക്ക് ആനുകൂല്യം കിട്ടണമെങ്കിലും എന്ത് ചെയ്യണം? നമുക്ക് ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് താഴെ പറയുന്ന രേഖകൾ, ഞാൻ നേരത്തെ പറഞ്ഞ രേഖകളൊക്കെ വെച്ചിട്ട് നമുക്ക് നേരിട്ടും അപേക്ഷ കൊടുക്കാം. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഓൺലൈനിൽ അപേക്ഷിക്കാവുന്ന സൗകര്യം, എന്നാൽ പിന്നെ ഓഫീസിൽ നമ്മൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് വറ്റ്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.